തുടങ്ങുന്ന ഈ മീറ്റിംഗ് കർത്താവെ, ഈ മീറ്റിംഗ് ഞങ്ങൾ ചെയ്യുന്ന തിരുനാമ മഹത്വത്തിനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിവിധ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങൾക്ക് വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും കർത്താവെ റെസ്പോൺസിബിലിറ്റി കർത്താവെ നിന്റെ നാമ മഹത്വത്തിനായി നീ ചെയ്യുവാൻ സഹായിക്കണമേ. തുടക്കം തൊട്ട് അവസാനം നിമിഷം വരെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയണമേ കർത്താവെ. ആത്മാവിലുള്ള പ്രാർത്ഥന, ആത്മാവിലുള്ള പാട്ട്, ആത്മാവിലുള്ള കർത്താവെ എല്ലാ വിശേഷങ്ങളും കർത്താവെ ആയത്തിലുള്ള വചനത്തിന് ആയങ്ങൾ ധ്യാനിക്കുവാൻ എല്ലാം നീ സഹായിക്കണമേ. എല്ലാവരെയും കൂട്ടുവരുത്തണമേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഓപ്പണിംഗ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ പ്രയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി നമുക്ക് ഒരുമിച്ച് താഴ്ത്തി ഏൽപ്പിക്കാം. ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഈ നല്ല ബ്യൂട്ടിഫുൾ ഈ ഈവനിങ് സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ പ്രയർ ഓപ്പണിംഗ് പ്രയർ ആയിട്ട് നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. വീണ്ടും എല്ലാവരും ജോയിൻ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. ഈ സമയത്ത് പ്രാർത്ഥന ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ബ്രദർ രഞ്ജിത്ത് രാജൻ പ്രാർത്ഥിച്ച് തുടങ്ങുന്നതായിരിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന കർത്താവേ. അല്ല, ഈ വൈകിയ സമയം ഞങ്ങൾക്ക് അങ്ങയുടെ പാദപിടത്തിലേക്ക് അടുത്തു വരുവാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് അങ്ങേ സ്തുതിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ, അങ്ങേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുള്ളതായി ഞങ്ങൾ കണ്ടിട്ടില്ല കർത്താവേ. ഈ രാത്രികാലം ഞങ്ങൾ ദൈവസ്ഥാനത്തിൽ കൂടി വരുമ്പോൾ ഹല്ലേലൂയ, അല്പസമയം ഞങ്ങൾ ദൈവസ്ഥാനത്തിലായിരിക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാൻ, ദൈവിക ശക്തി അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, കൂട്ടായ്മ കർത്താവേ, ദൈവനാമത്തിന്റെ മഹത്വത്തിന്, ദൈവത്തിന്റെ കർത്താവേ സ്വർഗരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ, ദൈവകൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ഈ രാത്രികാലം ഞങ്ങളെ ഇവിടുന്ന് മുദ്രണം ചെയ്ത് കർത്താവേ, മീറ്റിംഗിൽ കൂടി വരുന്നവരെ എല്ലാ കർത്താവ് അനുഗ്രഹിക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ദൈവകൃപ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്കായി ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യ കൃത്യതയോടെ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കണമേ കർത്താവേ. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ അതിനായി പകരണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ മീറ്റിങ്ങുകളെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ, ഇതിന്റെ പ്രവർത്തനങ്ങളെ കർത്താവ് അതിന്റെ ചുമൽ കൊടുക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി, കർത്താവ് അവിടുത്തെ കരങ്ങൾ അധികമായി കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. കർത്താവ് ഞങ്ങൾ കാനഡയുടെ, കർത്താവ് അമേരിക്കയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതൊരു അനുഗ്രഹമായ ദേശങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് ഒരു വിടുതലായ അനേകർക്ക് ആശ്വാസമായി തീരേണ്ടതിന് വേണ്ടി കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മേല ദൈവത്തിന്റെ പ്രവൃത്തി കാണേണ്ടതിന് വേണ്ടി അങ്ങയുടെ കരങ്ങളിൽ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മ നിമിത്തം കർത്താവ് അനേകർ കർത്താവിനെ കണ്ടെത്തുവാൻ, പാപത്തിൽ കിടക്കുന്ന ജീവിതങ്ങൾ തങ്ങളുടെ പാപങ്ങളെ വിട്ട് ക്രിസ്തുവിലേക്ക് തിരിയുവാൻ കർത്താവ് ഇടയാക്കുന്നതിനായി അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ് മീറ്റിംഗിനെ അനുഗ്രഹിക്കണമേ. ആദ്യം മുതൽ അവസാനം വരെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. പാടുവാൻ കർത്താവെ, ആരാധിപ്പാൻ, വചനം കേൾക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി അങ്ങയുടെ ഭൃത്യന്മാരെ കർത്താവിടുത്തെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയുടെ സ്തോത്രം സർവ്വം കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്ക് കർത്താവിനെ പാടി നമുക്ക് സ്തുതിക്കാം. നമ്മൾ ഈ സമയത്ത് നമ്മുടെ ബ്രദർ എബിൻ സാം മുന്നോട്ട് വരികയും പാടി കർത്താവിനെ ഒരുമിച്ച് ചേർന്ന് നമ്മൾ ആരാധിക്കാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കേൾക്കാമോ? കേക്കാം കേക്കാം. ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവ അവസരം തന്നതിനായിട്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാൻ അല്പസമയം നമുക്ക് മറ്റു ചിന്തകളൊക്കെ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ അല്പസമയം ആരാധിക്കും. നമ്മൾ കുറച്ചു പേരെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് എവിടെ ആയിരുന്നാലും നമുക്ക് കംഫോർട്ടായിട്ടുള്ള സ്പേസിലോട്ട് മാറി അല്പസമയത്ത് നമുക്ക് ദൈവത്തിലേക്ക് പകരാം. നമ്മുടെ
സകല ടെൻഷനുകൾ, സകല ചിന്തകൾ, നമ്മുടെ മുൻ ജഡ്ജ്മെന്റുകളെല്ലാം മാറ്റിവെച്ച് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അല്പസമയമായിരിക്കാം. കർത്താവ് ഇത്ര നല്ലവനാണ്. നമ്മൾ ഇതുവരെ വഴി നടത്തി ആപത്തെ വാരങ്ങൾ ഒന്നും വരാതെ പറഞ്ഞ കർത്താവ് നമ്മളെ കാത്തിരുന്ന് വലച്ചു. കർത്താവ് നമ്മൾ നടത്തിയ വിധങ്ങളെ നമുക്ക് ഓർത്ത് കർത്താവ് സ്തുതിക്കാം. നമ്മുടെ ഉള്ളിൽ ഭാരങ്ങൾ നേരിട്ടപ്പോൾ, വേദനകൾ വന്നപ്പോൾ കർത്താവ് മാത്രമേ നമ്മളെ താങ്ങാനുള്ള ഉണ്ടായിരുന്നുള്ളൂ. ആ ദൈവത്തെ ഓർത്ത് നമുക്ക് കർത്താവ് സ്തുതിക്കാം. സ്വല്പസമയം നമുക്ക് നന്ദിയോടായിരിക്കാം. ഞാൻ തൃശ്ശൂർച്ചാട്ട കർത്താവ്. ഹല്ലേലൂയ. യേശുവെന്നും നല്ലവൻ, ഇന്നലെയും എന്നും അന്യൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. എന്നും നല്ലവൻ, യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോ ചേർത്തിടും. സാരമില്ലെന്നോ ചേർത്തിടും. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. തണലെനിക്കു നൽകിയിടുവാൻ പല ഭാഗത്തായുണ്ടു താൻ. തണലെനിക്കു നൽകിയിടുവാൻ പല ഭാഗത്താൻ. എന്നും നല്ല യേശു എന്നും നല്ല. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. ആമേൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. വിശ്വസിക്കുവാനുമൻ ആശ വെച്ചിടാനുമേ. വിശ്വസിക്കുവാനുമൻ ആശ വെച്ചിടാനുമേ. വിശ്വമതിലാശ്വസിപ്പാൻ ആശ്രയവുമേശുതാൻ. വിശ്വമതിലാശ്വസിപ്പാൻ ആശ്രയവുമേശുതാൻ. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. രാവിലും പകലിലും ചേലൊടു തൻ പാലനം. രാവിലും പകലിലും ചേലൊടു തൻ പാലനം. ഭൂമിയിലെനിക്കുള്ള നീലൻ മാലിനില്ല കാരണം. ഭൂമിയിലെനിക്കുള്ള നീലൻ മാലിനില്ല കാരണം. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആമേൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആമേൻ. ഇന്നലെയും ഇന്നും
എന്നും അന്യനല്ല. രാവിലെ പകലും നമ്മുടെ കൂടെ ഒരു കുറവ് വരുത്താതെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവം, ഭാരം നമ്മുടെ ഉള്ളിൽ നേരിടുമ്പോൾ നമ്മളെ കാത്തു പരിപാലിക്കുന്ന കർത്താവ്, ഈ ലോകത്തിൽ സംഭവങ്ങൾ നടക്കുമ്പോൾ ലോകം ഭീതിയാൽ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസവും സന്തോഷവും തരുന്ന ദൈവത്തിന്റെ വചനം. എത്രത്തോളം ഭാഗ്യം നമുക്ക് ലഭിക്കാനായിട്ട് നമുക്കൊരു യോഗ്യതയില്ല. ഇതിനൊക്കെ നമ്മളെ യോഗ്യത കർത്താവിനോട് നമുക്ക് സ്തുതിക്കാം. അല്പസമയം നമുക്ക് കരങ്ങളെ തട്ടി കർത്താവിനെ ആരാധിക്കാം. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പല ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ള പാട്ടുപാടി കർത്താവ് നമുക്ക് സ്തുതിക്കാം. കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിക്കുക. അല്ലാതെ നിങ്ങൾക്ക് എന്നോട് പാടാൻ കഴിയുമെങ്കിൽ കർത്താവിനെ പാടി സ്തുതിക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുക. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ, മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ, ഇനി തല്ലും ഭയമി മത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ ഒരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസമിൽ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. നിത്യവാസമിൽ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഇനി വിനീലാവിൽ ചെന്നെത്തുന്ന നാളുകളെന്നെ ഞാൻ പാർത്തിരുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാ. ഇനി തെല്ലും ഭയമി മത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ ഒരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസമിൽ യേശുവിൻ മുന്നിൽ മഹത്വത്തിനാ.
നിത്യവാസവന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനാ ഇനി തന്നെ തിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 അന്യഭാഷയിലൊക്കെ അന്യഭാഷ കർത്താവ് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നീ മാത്രമേ എന്റെ രൂപവും ഭാവവും രൂപവും ഭാവവും നീലാകട്ടെ നിന്റെ ആത്മശക്തി എന്നിൽ കവിഞ്ഞ്
ആദ്യം നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധനായ പിതാവായ കർത്താവേ, അല്പസമയം കർത്താവെ നിന്നെ ആരാധിക്കുവാൻ സ്തുതിപ്പാൻ തന്ന അവസരത്തിനായി സ്തോത്രം കർത്താവെ. ഈ വലിയ ഭാഗ്യത്തോടെ കർത്താവെ അങ്ങനെ ഞങ്ങൾ വാഴ്ത്തുന്നപ്പാ. കർത്താവെ, ആദ്യം മധ്യന നീ മാത്രം കർത്താവെ, സകല സ്തുതികൾക്കും യോഗ്യൻ നീ മാത്രമാണ് കർത്താവെ. നിന്നെ ഒരിക്കൽ കൂടി പാടി സ്തുതിപ്പാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവത്തിൽ കൂടിയിരിക്കുമ്പോൾ നിന്നോട് സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കും. ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവിന്റെ ആലോചന പ്രകാരം കർത്താവെ ഗ്രൂപ്പിനെ നയിക്കുന്ന കർത്താവെ ഓരോരുത്തരും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവകൃപയ്ക്കായി സ്തോത്രം, സാധനത്തിനായി സ്തോത്രം അപ്പാ, യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ, ആമേൻ. നല്ലൊരു ഗാന ശുശ്രൂഷയും ആരാധനയും ദൈവം നമുക്ക് കൃപയായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ആരാധിക്കുവാനും ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. എബിൻ ബ്രദറിനോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ കേൾക്കാനുള്ള സമയമാണല്ലോ. നമ്മുടെ ഇത് തുടങ്ങിയ ദർശനത്തോട് വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദൈവദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ പാസ്റ്റർ വളരെ 2 വർഷം കൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഇതിനെപ്പറ്റി എങ്ങനെ തുടങ്ങണമെന്ന് ചിന്തിച്ച സ്ഥാനത്തിൽ കൃപയാൽ ഇന്ന് ചുരുക്കം പേരായാലും അതോടെ വെച്ച് അടിസ്ഥാനം വെച്ച് ദൈവത്തിന്റെ നല്ല വചനം കേട്ടോണ്ട് ഇതിലൊരു ഉദ്ഘാടനത്തിന്റെ നല്ലൊരു രീതിയിലായിട്ട് ഇത് ഉദ്ഘാടനമായിട്ടെന്ന് പറയുമ്പോൾ പ്രാർത്ഥന വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. ബാക്കി വരുന്ന സമയങ്ങൾ നമ്മുടെ പാസ്റ്റർ കാര്യം പറയുന്നതായിരിക്കും. അതിനെ നമുക്ക് ഈ സമയത്ത് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. തിരുവചനത്തിന് മുന്നിൽ കർത്താവെ നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഈ സമയത്ത് പാസ്റ്റർ ബെൻസൺ ഡാനിയൽ പാസ്റ്റർ മുന്നോട്ട് വരികയും വചനത്തോടെ ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന നല്ല നിമിഷം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥന കാനഡ USA കൗൺസിലിന്റെ ചെയർമാൻ ജേക്കബ് പാസ്റ്റർ, കോർഡിനേറ്റർ വാൻസ്റ്റ് സിജു ഫിലിപ്പ്, എല്ലാ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനോട് ഒരുമിച്ച്, പ്രാർത്ഥനാ സഹാരികളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗമൊരുക്കിയ നല്ല നിമിഷത്തിനായ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ വാഴ്ത്തുന്നു. പല ടൈം സോണുകളായിട്ടാണല്ലോ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഞായറാഴ്ച ദിവസമാണ്, പകൽക്കാലം. കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകളുടെ പ്രവർത്തനങ്ങളെയൊക്കെ കർത്താവിത്വത്തോടെ സഹായിച്ചു. 2000 ഒക്ടോബർ മാസം ദൈവം തന്ന ദർശന പ്രകാരം 50 പേരില് ഒരു ചെറിയ കൈയെഴുത്തു പ്രതിയായി തുടങ്ങിയ ആ ചെറിയ പ്രസിദ്ധീകരണം ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളായി 15,000-ലധികം പേരുള്ളൊരു പ്രാർത്ഥന ഗ്രൂപ്പായി 15ഓളം രാജ്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയെ ഒരുമിച്ച് പ്രാർത്ഥനാ സഹാരികളെ കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനേക നാളുകളായി 2 വർഷത്തിലുപരിയായിട്ട് നമ്മുടെ USA-ലും കാനഡയിലും നമ്മുടെ ചാപ്റ്ററിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചുരുക്കം പേരേ ഉള്ളൂ എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ചുരുക്കത്തിൽ നിന്നാണല്ലോ, ശൂന്യതയിൽ നിന്നാണല്ലോ, ചെറിയ ആരംഭത്തിൽ നിന്നാണല്ലോ കർത്താവ് വിശാലത നൽകുന്നത്. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തിയതുപോലെ ചില ഞെരുക്കങ്ങളൊക്കെ വിശാലതയ്ക്ക് കാരണമായി തീരട്ടെ. ഇടുക്കത്തിൽ ഇടം നൽകുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാനഡയുള്ള എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. USA പ്രിയ അലക്സാണ്ടർ ജോയിൻ ചെയ്യുവാനായല്ലോ. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നലെ മുതലേ എന്നോട് ദൈവാത്മാവ് സംസാരിച്ചതാകുന്ന ഒരു തിരുവചനം 63-ാമത്തെ സങ്കീർത്തനമാണ്. അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാകുന്ന ഒരു സങ്കീർത്തനമാണല്ലോ ഈ 63-ാമത്തെ സങ്കീർത്തനം.
ഭക്തനാകുന്ന ദാവീദ് ആത്മാവിൽ എഴുതി പാടിയ ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. സ്തോത്രം. ഒരു ഭക്തൻ ദൈവസ്നാഥിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാ, ദൈവമേ നീ എൻ്റെ ദൈവം. ഹല്ലേലൂയ. നമ്മുടേതെന്ന് പറയുവാനായിട്ട് ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മുടേത്, എൻ്റേത്, എൻ്റെ സ്വന്തമാണ് അല്ലെ. നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പാസ്റ്റർ, നമ്മുടെ സഭ, നമ്മുടെ പല നന്മകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മളായിരിക്കുന്ന ജോലി സ്ഥലങ്ങള്, നമ്മുടെ വിലപിടിപ്പുള്ളതായ കമ്പ്യൂട്ടർ, മൊബൈല്, നമ്മുടെ ആധാർ കാർഡ്, പാസ്പോർട്ട്, ഇതെല്ലാം എൻ്റേതാ, നമ്മുടേതാ അല്ലേ. നമ്മുടെ കാര്യത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കാറുണ്ടല്ലോ. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യങ്ങൾ നമ്മുടെ മുറിക്കകത്തോ നമ്മുടെ ഡൈനിങ് റൂമിനകത്തൊന്നും നമ്മൾ ഇടാറില്ല. നമ്മുടെ പാസ്പോർട്ട് എവിടെ ആയിരിക്കുന്നത്, നമ്മുടെ ലൈസൻസ് എവിടെ ആയിരിക്കുന്നത്, നമ്മൾ ഡൈനിങ് റൂമിൽ കൊണ്ട് വെക്കാറില്ല അല്ലേ. നമ്മൾ വളരെ ഭദ്രമായി, വളരെ സൂക്ഷിച്ച്, കരുതലോടെ നമ്മൾ ആ കാര്യം സൂക്ഷിച്ചു വെക്കാറുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എത്ര ട്രാഫിക് ജാമിലാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു മൊബൈൽ താഴെ വീണാല്, നമ്മുടെ പേഴ്സ് താഴെ വീണാല്, അവിടെ കിടക്കട്ടെ ട്രാഫിക് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകാറില്ല. നമ്മളത് എങ്ങനെയെങ്കിലും ഒന്ന് സിഗ്നലെങ്കിലും കാണിച്ച് ഇറങ്ങി ചെന്ന് അതെടുക്കും. എന്താ എടുക്കുന്നത്? നമ്മുടേതാണ് അല്ലേ. എന്നാൽ നമ്മൾ പോകുന്ന വഴിക്ക് പലരുടെയും പല സാധനങ്ങൾ വീഴുന്നുണ്ട്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇറങ്ങിയെടുത്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാറില്ല. കാരണം നമ്മളത് ഇറങ്ങിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് ഫൈൻ നമുക്ക് എപ്പോഴും കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മുടെ ഒരു കാര്യം പോയി കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര വില കൊടുത്തും അത് വാങ്ങാറുണ്ട്, അത് എടുക്കാറുണ്ട്. അത് നമ്മുടേതാണ്. സ്തോത്രം. വിലപിടിപ്പുള്ളതായ പല കാര്യങ്ങളും പല നന്മകളും ഒക്കെ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ നാം വ്യാപാരം ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. ഭക്തൻ പ്രാർത്ഥിക്കുക, ദൈവമേ നീ എൻ്റെ ദൈവം. ഹല്ലേലൂയ. കർത്താവേ നീ എൻ്റെ ദൈവമാണ്. നമുക്ക് ദൈവത്തിന് ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പടയാകട്ടെ. കർത്താവെ ഈ ഭൂമിയിൽ എല്ലാറ്റിനേക്കാൾ ഉപരിയായി കർത്താവ് തന്നെ ചോദിക്കുക, നീ എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ പല നന്മകളുണ്ട്, പല അനുഗ്രഹങ്ങളുണ്ട്, പല ഉയർച്ചകളുണ്ട്, പല സ്ഥാനമാനങ്ങളുണ്ട്. ഇതെല്ലാം ദൈവം തരുന്നതാണ്. ദൈവമേ നീ ഒഴികെ എനിക്ക് ഒരു നന്മയില്ലെന്നാ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. ദൈവഹിതമല്ലാത്ത ഒരു നന്മ എനിക്ക് വേണ്ട കർത്താവേ. ദൈവഹിതമല്ലാത്ത ഒരു ഉയർച്ച എനിക്ക് വേണ്ട കർത്താവേ. ദൈവഹിതമല്ലാത്ത ഒരു വഴിയും എനിക്ക് വേണ്ട കർത്താവേ. നീ മാത്രം എൻ്റെ ജീവിതത്തിൽ അങ്ങേക്ക് ഇഷ്ടമുള്ളത് മാത്രം എനിക്ക് മതിയെന്ന് നാം ദൈവത്തിനെ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഭക്തൻ പ്രാർത്ഥിക്കുക, ദൈവമേ നീ എൻ്റെ ദൈവം, വെള്ളമില്ലാതെ അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. പ്രഭാതത്തില് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ എത്ര വലുതാണെന്നറിയാമോ. ജീവിതത്തിന്റെ മണ്ഡലങ്ങളില് ചില ശൂന്യതയുടെ അവസ്ഥകളിൽ, ചില വേദനയുടെ അവസ്ഥകളിലൊക്കെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് ദൈവീയ വിടുതൽ പ്രാപിച്ച എത്രയോ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശം. ഞങ്ങളുടെ ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞാല് ഒരു മരുഭൂമിയുടെ സ്ഥലം തന്നെ. ഗുജറാത്തിലെ സൗരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അഹമ്മദാബാദ് വരെയൊക്കെ ഇഷ്ടംപോലെ വീടുകളും നല്ല നല്ല കൃഷികളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ അഹമ്മദാബാദ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോർബന്ദർ, മഹാത്മാഗാന്ധിയുടെ സ്ഥലമാണ് പോർബന്ദർ. ഞങ്ങൾ ആ ഏരിയയിലാണ് താമസിക്കുന്നത്. പോർബന്ദർ ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഒരു 3 മണിക്കൂറുണ്ട് മഹാത്മാഗാന്ധിയുടെ സ്ഥലമാകുന്ന പോർബന്ദർ. ഇങ്ങോട്ട് ഭയങ്കര മരുഭൂമിയാണ്. ആദ്യമായിട്ട് നമ്മൾ ട്രെയിനിലൊക്കെ കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ 3 ദിവസം യാത്ര ചെയ്താൽ വരുന്നത്. അഹമ്മദാബാദ് വരെ വളരെ ഹാപ്പി. അഹമ്മദാബാദ് കഴിഞ്ഞ് ഒരു 6 മണിക്കൂർ യാത്ര ചെയ്യണം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വരാൻ വേണ്ടി. കാരണം ഒരു വീടോ ഒരു കൃഷി സ്ഥലങ്ങളോ ഒന്നുമില്ലാത്ത ഒരു മരുഭൂമിയാകുന്ന ഒരു ചില അവസ്ഥകള്. 25 വർഷത്തിന് മുമ്പ് ഞാൻ ഇവിടെ കടന്നു വന്ന ആ നിമിഷങ്ങളാണ്. ഇപ്പോൾ പല വീടുകളും കൃഷി സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് നമ്മൾ വരുമ്പോൾ മരുഭൂമിയുടെ അവസ്ഥ നമ്മൾ എന്തിക്കും, കർത്താവ് നാട്ടിലെ ആ സാഹചര്യമൊക്കെ വെച്ച് ചിന്തിക്കും, കുറച്ച് റബ്ബറെങ്കിലും കൊണ്ട് നടാമായിരുന്നു, അല്ലെങ്കിൽ കുറെ കപ്പയൊക്കെ കൊണ്ട് നടാമായിരുന്നു, അല്ലെങ്കിൽ കുറെ കൃഷികളൊക്കെ കൊണ്ട് നടാമായിരുന്നു. വെറും മരുഭൂമിയാകുന്ന അവസ്ഥകള്. ഞാൻ ഇവിടെ വന്ന സമയത്ത് 7 ദിവസത്തിൽ ഒരിക്കലാണ് വെള്ളം വരുന്നത്. 7 ദിവസത്തിൽ ഒരിക്കലാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നര വിട്ടാണ് വെള്ളം വരുന്നത്. കാരണം വെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുള്ളതായ ഒരു സാഹചര്യത്തില്, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ടിരിക്കുന്ന സാഹചര്യങ്ങള് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. കർത്താവ് ഉണങ്ങിയ ഒരു അവസ്ഥയിൽ കൂടിയാണല്ലോ കടന്നു പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണങ്ങിയ ഒരു അവസ്ഥകൾ, പ്രാർത്ഥനയിൽ കൂടി അനേക പ്രാർത്ഥന വിഷയങ്ങളാണ് പലരും വിളിക്കാറുള്ളത്. ഉണങ്ങി വരേണ്ടതായ അവസ്ഥകൾ, ഒരു മറുപടി പോലും കിട്ടാതെ അല്ലേ.
ഒരു ശൂന്യമായ അവസ്ഥകള്. ദൈവമേ, നാളുകളാൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നാളുകളാൽ ഞാൻ കരയുന്നുണ്ട്, നാളുകളാൽ ഞാൻ ഉപവസിക്കുന്നുണ്ട്. പലരുടെയും വിഷയങ്ങൾക്കെല്ലാം മറുപടി പെട്ടെന്ന് ലഭിക്കുന്നു. എന്റെ വിഷയത്തിന് എന്നാ കർത്താവേ ഒരു മറുപടി ലഭിക്കുന്നത്? ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥകള്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയാ, നമ്മുടെ ജീവിതത്തിലെ ഉണങ്ങിയ ചില വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവാ നമ്മുടെ ദൈവം. മരിച്ചു 4 നാളായി നാറ്റം വെച്ചു, ഒരിക്കലും ഒരു അത്ഭുതം നടക്കത്തില്ലെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത് ഹല്ലേലൂയ ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ടും യേശു ഇരുന്ന സ്ഥലത്ത് അല്പ ദിവസം കൂടി അവിടെ പാർത്തിട്ടാണ് യേശു വന്നത്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാം, എന്റെ പ്രാർത്ഥനയ്ക്ക് എളുപ്പം എന്താ കർത്താവ് പ്രവർത്തിക്കാഞ്ഞത്? എന്റെ ഉപവാസത്തിന് എന്താ കർത്താവ് പെട്ടെന്ന് പ്രവർത്തിക്കാഞ്ഞത്? ചില വിഷയത്തിനൊക്കെ കർത്താവ് പെട്ടെന്ന് പ്രവർത്തിക്കാറില്ല കേട്ടോ. ലേറ്റ് ആവുന്ന വിഷയത്തിന്മേലാണ് ഏറ്റവും വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകുന്നത്. നിന്നയും പരിഹാസവും ഏറ്റ് ആകെ മടുത്തതാകുന്ന ഹന്നയുടെ ജീവിതത്തില് ആലയത്തിലേക്ക് പോകുമ്പോഴൊക്കെ പഴിയും ദുഷിയും നിന്നയൊക്കെയാ. ആലയത്തിൽ ചെന്നപ്പോൾ അവിടെയും കയ്പിന്റെയും വേദനയുടെയും വാക്കുകൾ കേട്ട് മനസ്സ് മടുത്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുക, പിന്നെ ഹന്നയുടെ മുഖം വാടിയില്ല. ഹല്ലേലൂയ. വാടുന്ന ചില വിഷയങ്ങള്, നിരാശപ്പെടുന്ന ചില വിഷയങ്ങള്, വാട്ടം തട്ടിയിരിക്കുന്ന ചില വിഷയങ്ങള്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഈ പ്രാർത്ഥനാ മീറ്റിംഗില് ചില വ്യക്തികളോട് ദൈവാത്മാവ് ദൂത് പറയാ, ഏതെല്ലാം വിഷയത്തിലാണോ നീ വാടിയിരിക്കുന്നത്, ദൈവം തമ്പുരാൻ ആ വിഷയത്തിന്മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. വേദന കൊണ്ട് കരഞ്ഞിട്ടില്ലേ? ദുഃഖം കൊണ്ട് കരഞ്ഞിട്ടില്ലേ? സന്തോഷത്തിന് കണ്ണുനീരൊഴുകുന്ന സമയം മുമ്പിലെന്ന് ദൈവാത്മാവ് ആലോചന പറയുകയാണ്. ഹല്ലേലൂയ. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് കർത്താവെ ഉണങ്ങി നിൽക്കുക. ഒരു മറുപടി ലഭിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില വിഷയത്തിന്മേൽ ദൈവം തമ്പുരാൻ പ്രവർത്തിക്കാൻ റോമാലേഖനത്തിൽ പറയുക, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസി സംശയിക്കാതെ വിശ്വാസി ശക്തിപ്പെട്. ഇല്ലായ്മയെന്ന് ഉള്ളതിനെ പോലെ ഉരുവാക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ചിലത് ശൂന്യമായി കിടക്കുക, കർത്താവെ ഉണങ്ങിയിരിക്കുക, ഒരു മറുപടിയില്ല, നിർജീവമായിരിക്കുക. എന്നാൽ ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ എന്റെ കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. ഏതെല്ലാം നിർജീവമാണോ അത്ഭുതത്തിന്റെ കരം ദൈവം നീട്ടാൻ വേണ്ടി പോകുക. വിടുതലിന്റെ കരം ദൈവം അയക്കാൻ വേണ്ടി പോകുക. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. ഈ പകൽക്കാലം ഈ സംഗീതത്തിന്റെ ഭാഗത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മൾ സംസാരിക്കുകയാണ്. ഉഷ്ണം തട്ടുമ്പോൾ അത് വാടിപ്പോകത്തില്ല, അതിന്റെ ഇട എപ്പോഴും പച്ചയായിരിക്കും. ആറ്റരികത്ത് ദൈവം നട്ടിരിക്കുക. തക്ക കാലത്ത് ഫലം കായ്ക്കണം. പരിശുദ്ധാത്മാവ് എന്ന നദീതീരത്ത് ദൈവം നമ്മെ നട്ടിരിക്കുക. കാനഡയിൽ ദൈവം നട്ടിരിക്കുക. USA ദൈവം നട്ടിരിക്കുക. ഗുജറാത്തില്, ലോകത്തിലെ വിവിധ രാജ്യങ്ങളായിട്ട് ദൈവം നമ്മെ നട്ടിരിക്കുന്നത് ഭൗതികമായ ജോലിയേക്കാൾ ഉപരിയായി കർത്താവിന് വേണ്ടി നാം എന്ത് ഫലം കായ്ച്ചു. ഈ 2024 തീരുവാൻ ചില ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന നിലയില് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുക. ഉണങ്ങിക്കിടക്കുന്ന ചില അസ്ഥികളോട് ആത്മാവിൽ പ്രവചിച്ചാട്ട് അവ ജീവൻ പ്രാപിച്ചിട്ട് സൈന്യമായി പുറത്തു വരുന്നത് പോലെ ഈ ദിവസങ്ങളില് പ്രിയ സഹോദര സഹോദരി, ദൈവം നമ്മെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുക. ചില ശൂന്യതകളെ ദൈവം മാറ്റാൻ വേണ്ടി പോകുക. ചില അടഞ്ഞിരിക്കുന്ന വഴികളെ ദൈവം തുറക്കാൻ വേണ്ടി പോകുക. നിന്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ചില വിഷയത്തിന് മുമ്പിൽ നീ ഭാരപ്പെടുകയായിരിക്കാം. എന്റെ കർത്താവ്, എന്റെ വിഷയത്തിന് എന്താ മറുപടി ലഭിക്കുന്നത്? എന്റെ വിഷയത്തിന് എന്താ മറുപടി ലഭിക്കുന്നത്? നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം തമ്പുരാൻ ചില പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 15-16 വർഷമൊക്കെ കഴിഞ്ഞ തലമുറകളില്ലാതെ ഭാരപ്പെട്ട അനേക കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ പ്രേയർ ഗ്രൂപ്പിൽ കൂടി അനേകർ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കണ്ട് സന്തോഷങ്ങളൊക്കെ ഓർത്ത് ഇന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വൈദ്യശാസ്ത്രം വിധി എഴുതി, ലോക വൈദ്യന്മാർ വിധി എഴുതി, ഒരിക്കലും തലമുറ ഉണ്ടാകത്തില്ലെന്ന് പോലും എഴുതിയതാകുന്ന ചില വിഷയത്തിന്മേൽ ദൈവം തമ്പുരാൻ കരം ദൈവം അയച്ചിട്ടുണ്ട്. എന്റെ കർത്താവിന്റെ കരം ഇന്നും കുറുതായിട്ടില്ല, എന്റെ കർത്താവിന്റെ ചെവി ഇന്നും മന്ദമായിട്ടില്ല. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളയ്ക്കാം. ഇന്ന് രാത്രികാല ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയാ, ഉണങ്ങി വരേണ്ട ദേശത്ത് ചില വിഷയങ്ങൾ ഉണങ്ങിയിരിക്കുക. ഒരു മറുപടി പോലും കിട്ടത്തില്ലെന്ന് നീ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. ദൈവദാസ, കരയുന്ന ചില വിഷയങ്ങൾ നാളുകളായി കരയുന്നുണ്ടല്ലോ, നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇല്ലായ്മ ഉള്ളതിനെ പോലെ ഉരുവാക്കുന്ന ദൈവം ചില വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. ചില ശൂന്യതകളെ മാറ്റുവാൻ എന്റെ കർത്താവിന്റെ കരം ഇന്നും കുറുതായിട്ടില്ല. എന്റെ കർത്താവിന്റെ ചെവി ഇന്നും മന്ദമായിട്ടുമില്ല. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ദൈവമേ എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ചില പ്രവർത്തികള് USA പ്രദേശത്ത്, കാനഡയുടെ പ്രദേശത്ത് ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം.
അങ്ങനെ ദാസിദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിക്കണമേ. പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമത്തില് കർത്താവെ പ്രാർത്ഥന USA കാനഡയിലെ പ്രവർത്തനത്തെ പ്രാർത്ഥിച്ച് കർത്താവിനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഒരു വലിയ ദൈവ പ്രവൃത്തി കർത്താവ് വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഓരോ കുടുംബങ്ങളുടെ മേലും ആ ദേശത്തിന് മേലും ആ പട്ടണത്തിന് മേല് കർത്താവിനെ കരം ദൈവം അയക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം കർത്താവിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു സോ മച്ച് പാസ്റ്റർ. നല്ല വചനത്താൽ കർത്താവ് നമ്മുടെ സംസാരിച്ചിട്ട് ദൈവത്തിന്റെ കൃപയെ ദൈവത്തേർന്ന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. വീണ്ടും നമുക്ക് ഒരുമിച്ച് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മൾ വിശ്വാസത്തോടെ കേട്ടതുപോലെ അസാധ്യമെന്ന തോന്നുന്ന സ്ഥാനത്തിൽ കർത്താവ് സാധ്യമാകും. നമ്മുടെ ദൈവം എൽ ഷദായി, സർവശക്തനായ ദൈവം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. അതുപോലെ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം. നമ്മുടെ ബ്രദർ തോമസ് ജോൺ ബ്രദർ USA പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. പ്രേയർ പറയുമ്പോൾ എല്ലാവരും അത് ബ്രദറിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന പ്രാർത്ഥന വിഷയം ശ്രദ്ധ വെച്ച് കേട്ട് അത് വിശ്വാസത്തോടെ നമ്മൾ ഐക്യമത്തെ പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കൈൻഡ്ലി റിക്വസ്റ്റ് ബ്രദർ തോമസ് ജോൺ ടു കം ഫോർവേഡ് ടു ലീഡ് ദി ബ്യൂട്ടിഫുൾ പ്രേയർ സെക്ഷൻ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തെ മഹത്വം. പ്രാർത്ഥനാ ധ്വനിയുടെ കാനഡ അമേരിക്ക ചാപ്റ്ററിന്റെ ഉദ്ഘാടനം ദൈവം സഹായിച്ച് നമ്മൾക്ക് ചെയ്യുവാൻ സഹായിച്ചു. ഞാൻ ബഹറിലായിരുന്നപ്പോൾ ഈ പ്രാർത്ഥനാദിനോട് ചേർന്ന് പ്രവർത്തിപ്പാനും ഒക്കെയും കർത്താവ് സഹായിച്ചു. ഇപ്പൊ അനേക ചാപ്റ്റർ കേരളത്തിൽ തന്നെ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തായി അനേക ദൈവജനങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് ഈ പ്രാർത്ഥനാദിനി ചാപ്റ്ററിൽ കടന്നു വന്ന അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിത് അനേകം പേർക്ക് ഒരാശ്വാസമായി പ്രാർത്ഥനാദിന് അനേകം പേരുടെ സാക്ഷി കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലമുറ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് കേട്ടു. അതുകൊണ്ട് നമുക്ക് ഈ രാത്രി പ്രാർത്ഥനാ ധ്വനി കാനഡ അമേരിക്ക ചാപ്റ്ററിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ദൈവദാസനെ ബലപ്പെടുത്തി. തുടർന്ന് നമ്മൾ പ്രാർത്ഥന ധ്വനിയായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയം പ്രാർത്ഥനയ്ക്കുണ്ടെങ്കിൽ അത് ഞാൻ നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പുതുതായിട്ട് വിഷയം പറഞ്ഞ് നമുക്ക് അല്പനേരം സ്തോത്രം ചെയ്ത് ചില വിഷയങ്ങൾ ഓർത്ത് മാത്രം സ്തോത്രം ചെയ്ത ശേഷം സമയമില്ലല്ലോ, എല്ലാവരും കൂടെ ആരെങ്കിലും ഒരാൾ ലീഡ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ അതിൻ്റെ അഭിപ്രായം. അങ്ങനെ പോരെ. ഉള്ള വിഷയങ്ങൾ നമുക്കറിയാവുന്ന ചില വിഷയങ്ങൾ നമ്മൾ ഇത് കടന്നു വന്ന അവരുടെ വിഷയങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ നോട്ട് ചെയ്ത് പ്രത്യേകിച്ച് പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ. ആർക്കും ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥന അതിനുണ്ട് പ്രവർത്തനങ്ങൾ ഓർത്തു. നമ്മൾ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെയും പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ ഓർത്തുകൊണ്ട് നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. അനേക വിഷയങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്ന ദൈവദാസന്മാരുണ്ട്. പ്രത്യേകിച്ച് രാജസ്ഥാനിലൊക്കെ ഇന്നലെ മതനിരോധന നിയമം ബില്ല് പാസ്സാക്കാനായിട്ട് തിങ്കളാഴ്ച അത് ചെയ്യുമെന്ന് പറയുന്നു. ഒത്തിരി ദൈവദാസന്മാർ ജയിലിലുണ്ട്, UP-യിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്. അങ്ങനെയുള്ള ദൈവദാസന്മാരെയും പ്രാർത്ഥന അതിലൂടെ നമ്മുടെ അനേക സഹോദരങ്ങളും ബുദ്ധിമുട്ടിക്കൂടെ കടന്നുകൊണ്ട് നമുക്ക് ആ വിഷയം ഓർത്തുകൊണ്ട് അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ആദ്യമായിട്ട് താവി സ്തോത്രം ദൈവമേ സഹായിക്കണേ. താവി അനേക ദൈവദാസന്മാർ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ജയിലിലും കർത്താവെ കഴിഞ്ഞു പോകുന്നു. കർത്താവ് സഹായിക്കണേ. ദൈവമേ വിട്ടുവയ്ക്കണേ. കർത്താവ് സഹായിക്കണേ. കർത്താവെ രാജസ്ഥാനിലൊക്കെയും പലവിധ ബുദ്ധിമുട്ട് നിയമങ്ങളൊക്കെ മാറി വരുന്നുള്ളൂ. സഹായിച്ചാട്ട് ദൈവമേ, നിന്നാൽ അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവെ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ കർത്താവെ മാറ്റുവാൻ കഴിവുള്ള ദൈവമേ, മന്ത്രിമാരുടെ അധികാരിയുടെ ഹൃദയത്തോട് സംസാരിക്കണം. കർത്താവ് സഹായിക്കണം. കർത്താവ് പ്രാർത്ഥനകടനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ ബെൻസഭാഷൻ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നു. ഗുജറാത്തിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് ബെൻസഭാഷൻ കുടുംബത്തിന് പ്രാർത്ഥന അതിനുണ്ട്. എല്ലാ മെമ്പേഴ്സിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. ദൈവമേ സഹായിക്കണേ. ബെൻസഭാഷൻ കുടുംബത്തിനായി സ്തോത്രം. ഇത് ലീഡ് ചെയ്യാൻ നിന്റെ പ്രത്യേകനെ ബലപ്പെടുത്തണം. കർത്താവ് ഇതിനകത്തുള്ള എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, പ്രത്യേകിച്ച് കർത്താവ് കുഞ്ഞുങ്ങൾ രണ്ടുപേരുടെയും ഭാവി ഓർത്ത് പ്രാർത്ഥന. മാതാവിന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കർത്താവ് സഹായിക്കണം. അപ്പച്ചാ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ബെൻസഭാഷൻ കുടുംബത്തെ ഓർത്ത് ഒന്നുകൂടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. ദൈവമേ സഹായിക്കണേ. ബിന്ദു ആന്റി ആണെങ്കിലും എല്ലാ സമയവും ലേഡീസ് മീറ്റിംഗ്, അങ്ങനെ പ്രയർ ലൈൻ, അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുള്ള കുടുംബം അതിരു പ്രാർത്ഥനാ ധ്വനി എന്ന് പറഞ്ഞ് ഒത്തിരി പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുക. ദൈവം നാം ഉയർത്തപ്പെടാൻ കർത്താവ് അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം.
സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തിലൊക്കെയും കർത്താവ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെയും ക്ലൈമറ്റിന്റെ വ്യത്യാസത്തിൽ അനേക ദൈവദാസന്മാർ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായുള്ള ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ സ്തോത്രം 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 സ്തോത്രം. അമേരിക്ക, കാനഡയിലുള്ള എല്ലാ ദൈവദാസന്മാര് ഇതിനകത്തുണ്ടല്ലോ. അവിടെ എല്ലാ പേര് പറയുന്നില്ലെങ്കിൽ എല്ലാവരെയും നമ്മുടെ ഇതിനകത്ത് നമ്മൾ ചുരുക്കം പേരായിട്ട് 10-12 പേര്, 10 പേര്, 8 പേരുണ്ട്. അവരെല്ലാവരും അവരുടെ പ്രവർത്തനങ്ങളും അവർ ജോലി വിഷയങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, അവർ രഹസ്യമായും പരസ്യമായും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടുത്ത മീറ്റിംഗ് നമ്മൾ അടുത്ത ജനുവരി കൂടുമ്പം ഇരട്ടി ആൾക്കാരിന് അത് കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മളിങ്ങനെ വെറുതെ പ്രാർത്ഥനാ തുനി എന്ന് പറഞ്ഞിട്ട് പടക്കല്ല. നമുക്ക് ഇതുമൂലം അനേകം പേർക്ക് വിടുതലായി തീരുവാൻ, അനേക കുടുംബങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ, അമേരിക്കയിലും കാനഡയിലും ഒക്കെയുള്ള അനേക കുടുംബങ്ങൾ ഈ പ്രാർത്ഥനാ തുനിയെ പറ്റി കേൾക്കുമ്പോൾ കർത്താവ് അത് ഏറ്റവും അനുഗ്രഹമായി അവരുടെ വിഷയങ്ങൾക്കും വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി കർത്താവ് ദൈവന് ശുശ്രൂഷ ദിവാസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇനി ഇത്രയും എന്നാൽ നിർത്തുവിന്റെ പിന്നെയും പല വിഷയങ്ങളുണ്ട്. ഇത്രയൊക്കെ സിജു ബ്രദർ പ്രാർത്ഥിച്ചായിട്ട് അതിനുശേഷം പിന്നെയും കുറച്ച് വിഷയങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. കർത്താവിന്റെ ആ സിജു പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. 2-3 പറയും എത്തിയപ്പെട്ട് എന്ത് യാചിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെടുകയും ചെയ്തു തരുമെന്ന് വാഗ്ദത്തം പറഞ്ഞ കർത്താവേ, ഇന്ന് രാത്രി സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. പ്രതിചാരങ്ങൾ പറഞ്ഞ വിഷയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ ഗ്രാമങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചായി ഞങ്ങൾ നോർത്ത് ഇന്ത്യക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സുവിശേഷ വിരോധികള് ഒരുപാട് എഴുന്നേൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം ഞങ്ങളുടെ മേൽ ഉയർത്തുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, സൈന്യങ്ങളുടെ യഹോവയെ ഞങ്ങളുടെ നഗരത്തിന് മേൽ എഴുന്നേൽക്കണമേ. സൈന്യങ്ങളുടെ യഹോവയെ ഞങ്ങളുടെ ദേശത്തിന് മേൽ എഴുന്നേൽക്കണമേ. സൈന്യങ്ങളുടെ യഹോവയെ ഞങ്ങളുടെ ഭവനത്തിന് മേൽ എഴുന്നേൽക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം അത്ഭുതങ്ങളുടെ രാജാവേ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ പ്രവർത്തനത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം ബില്ല് ഏതെല്ലാം ദേശത്ത് പാസ്സായാലും അതിന്റെ മധ്യേ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, കർത്താവെ, ഞങ്ങളുടെ ദൈവത്തിന്റെ ദാസന്മാരെ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കർത്താവെ, ഒരു സുവിശേഷ വിരോധികൾ എഴുന്നേറ്റാൽ കർത്താവെ, അതിനിരട്ടിയായി ദൈവ സഭയെ കർത്താവ് വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. പ്രിയ ബെൻസൺ പാസ്റ്റർക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ ധാരാളമായിട്ട് കർത്താവെ, വലിയൊരു ദർശനം ദൈവം കൊടുത്തതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ഈ ദേശത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. കർത്താവ് കൊടുത്ത നല്ല ദർശനങ്ങൾക്കായി സ്തോത്രം. അദ്ദേഹത്തിന്റെ സുവിശേഷ മേഖലകളെ കർത്താവ് സഹായിക്കണമേ. അവർ സഭയെ അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ഗൾഫ് ഏരിയയിലുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ യൂറോപ്യൻ കൺട്രീസിലുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം. എല്ലാ നോർത്ത് അമേരിക്കൻ പ്രൊവിൻസിലുള്ള നോർത്ത് അമേരിക്കൻ കൊണ്ടിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ആ ദേശത്തിൽ ആരൊക്കെ പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ ദൈവം തരുന്നു, ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി മറുപടി അയക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ ഭവനത്തെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആന്റിയെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത ദർശനം അധികമായി വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ ധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം. കർത്താവെ, എല്ലാ കർത്താവ് ചെയർമാൻമാർക്കും കോർഡിനേറ്റേഴ്സിനും എല്ലാ
കമ്മിറ്റി മെമ്പേഴ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ കർത്താവെ വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യുവാൻ അവർക്ക് വേണ്ടി ജ്ഞാനവും ബലവും കർത്താവ് കൊടുക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഇത് പോരാ കർത്താവെ, ഇത് പോരാ. ഒരു അന്ത്യകാലത്തിന് വേണ്ടി ഞങ്ങളെ പിന്നെയും ദൈവം വിളിച്ചു വേർതിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടുവിന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ കാലുകളെയും ഞങ്ങളുടെ കണ്ണിനെയും ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്ന വിധങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥന യാചന കേട്ടാൽ നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. കർത്താവ് പ്രാർത്ഥന കേട്ടാൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ രഞ്ജിത്ത് ബ്രദർ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇസ്രായേലിന് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇസ്രായേല് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്ന പോലെ ലോക സംഭവങ്ങൾ വലിയ വിളിച്ചറിയിക്കുന്ന കർത്താവിന്റെ വരവേറ്റ മാസമായി ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാം. സിറിയയുടെ അധപതനം, ഇറാനുമായിട്ട് ഓരോരോ മാധ്യമങ്ങളിൽ ഓരോരോ ന്യൂസുകളാണ് വരുന്നത്. രഞ്ജിത്ത് പറഞ്ഞ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ലോക സമാധാനത്തിന് വേണ്ടി. ഇന്ന് CNN ഒരു ഇന്റർവ്യൂല് ട്രംപ് പറഞ്ഞേക്കുന്ന 1,50,000 ഇന്ത്യക്കാരെ കയറ്റിവിടുന്നു. അതിലാരൊക്കെ ഇവിടെ ഉള്ളവരെയും ഇല്ലാരെ ആരും ഒന്നും അറിയത്തില്ല. അനേകം പേര് ജോലിയില്ല, നാട്ടിൽ ചെന്നാൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സങ്കീർണാവസ്ഥയാണ് ഈ അമേരിക്കൻ രാജ്യത്തും വരാൻ പോകുന്നത്. അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ സമാധാനം ഇതെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ നാട്ടിൽ കൺവെൻഷൻ സീസണാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൺവെൻഷൻ നടത്തി വലിയ മാമാങ്കം നടക്കുക. അതുമൂലം ആൾക്കാർക്ക് ഒരു പ്രയോജനവുമില്ല. കുറെ പൈസ മൈക്ക് സെറ്റ് അങ്ങനെയൊക്കെ ചെന്നാൽ അനേകം പാവപ്പെട്ട കുടുംബങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഭാഷയോട് പറഞ്ഞു അനേക കുടുംബങ്ങൾ ദൈവദാസന്മാര് വീടുകളും ഈ കുഞ്ഞുങ്ങളും ഒക്കെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട് കടന്നു. ഈ കൺവെൻഷൻ മൂലം ദേശം വിടുവിക്കണം. ദൈവജനം പ്രസംഗിക്കുന്നത് മൂലം ദേശം വിടുവിക്കപ്പെടണം. അല്ലെങ്കിൽ വെറുതെ പൈസ മുടക്കൊണ്ടൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ അനേക ദൈവദാസന്മാർ കഷ്ടപ്പെടുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ അതുപോലെ പ്രത്യേകിച്ച് ഈ 2-3 വിഷയങ്ങൾ, അമേരിക്കയുടെ വിഷയങ്ങൾ, ഇറാന്റെ വിഷയങ്ങൾ, ഇസ്രയേലിന്റെ വിഷയങ്ങൾ, കേരളത്തിലെ ഈ കൺവെൻഷൻ മാമാങ്കം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ച. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. വീണ്ടും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നപ്പാ. എന്നോട് അടുത്തു വരുവിൻ, എന്നാ ഞാൻ നിങ്ങളോട് അടുത്തു വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പറയപ്പെട്ട വിഷയങ്ങൾക്കായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയോട് അടുത്തു വരുന്നപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. പറയപ്പെട്ട വിഷയങ്ങൾ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകേണ്ടതിന് വേണ്ടി, കർത്താവിടുത്തെ വിടുതൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നപ്പാ. വിടുതൽ കർത്താവേ. ഹല്ലേലൂയ. വിഷയങ്ങളെ വിടുതൽ തടസ്സമായി അടിയന്റെ ജീവിതത്തിലെ കുറവുകളൊന്നും നിൽപ്പാനിടയാകല്ല. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യാൽ ഞങ്ങൾ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആ രാജ്യം കടന്നു പോകുന്ന അവസ്ഥ കർത്താവ് അറിയുന്നല്ലോ കർത്താവേ. അവർക്കെതിരെ കർത്താവേ രാജ്യങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ കർത്താവ് എഴുന്നേറ്റ് ആ രാജ്യത്തെ കർത്താവ് വിടുവിക്കേണ്ടതിന് വേണ്ടി, ആ രാജ്യത്തിന്മേൽ സമാധാനം പകരേണ്ടതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് എഴുന്നേൽക്കുമ്പോൾ അങ്ങയുടെ സകല ശത്രുക്കളും ചിതറിപ്പോകുന്നല്ലോ. ഈ രാത്രികാലം ഞങ്ങൾ ഒരുമിനപ്പെട്ട് കർത്താവ് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ ഞങ്ങൾ ആ രാജ്യത്തെ മുദ്രണം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ആ രാജ്യത്തെ തകർക്കുവാൻ, ആ രാജ്യത്തെ തൊടുവാൻ ഒരു ദുഷ്ടശക്തികളെയും കർത്താവ് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങൾ ആ രാജ്യത്തിനെതിരെ എഴുന്നേൽക്കുന്നുവോ കർത്താവ് എടുത്ത പ്രവൃത്തി അവർക്കെതിരെ ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവ കർത്താവെ ഉള്ളിനോട് ഉദയ്ക്കുന്നത് വിഹിതമെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിന് വേണ്ടി രാത്രികാലം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ രാജ്യത്തെ കർത്താവ് ഇസ്രായേലിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തണമേ. അങ്ങയുടെ സമാധാനം പകരണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ അങ്ങയിൽ കർത്താവേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ അനുഗ്രഹം ആ രാജ്യത്തിന്മേല് കർത്താവ് പകരുന്നതിനായി കർത്താവ് യേശുവിലേക്ക് അവരെ തിരിയപ്പെടേണ്ടതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ ഹല്ലേലൂയ കർത്താവേ. കഷ്ടം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താരും ജോലിയില്ലാതെ കർത്താവ് ജോലി നഷ്ടപ്പെട്ടോ ആയിരിക്കാൻ കർത്താവ് അനുവദിക്കല്ലേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിയമത്തിന്റെ കുരുക്കും നിമിത്തം ആരും കഷ്ടപ്പെടുവാൻ, ആരും പ്രയാസപ്പെടുവാൻ അനുവദിക്കല്ലേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ അവിടെ കർത്താവേ ഭരണത്തിൽ വരുന്നവർക്ക് ദൈവികമായ ജ്ഞാനം കൊടുക്കണമേ കർത്താവ്. ദൈവത്താൽ ആളുള്ള പ്രവൃത്തി കാണുവാൻ, ദൈവത്താലുള്ള കർത്താവേ നിയമങ്ങൾ കണ്ടുവരുവാൻ കർത്താവ് ഇടയാക്കണമേ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതാരെ കർത്താവെ
കർത്താവേ ഹല്ലേലൂയ കർത്താവേ കഷ്ടത്തിലോ ദുഃഖത്തിലോ അല്ലെ പ്രയാസത്തിലോ ആക്കുവാൻ കർത്താവ് അനുവദിക്കല്ലേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ലോകരാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ അല്ലെ കർത്താവേ ഞങ്ങളുടെ സമാധാന പ്രഭുവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി രാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി കർത്താവ് എഴുന്നേൽക്കണമേ. കാലം അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാലവും അതിന്റെ സംഭവങ്ങളാ ഞങ്ങളുടെ പ്രാണപ്രിയന്റെ വഴവിനെ വിളിച്ചറിയിക്കുമ്പോൾ കർത്താവേ ഏറിയ ഭയത്തോടെ ഭക്തിയോടെ വിശുദ്ധിയിൽ വേർപാടിൽ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഒരുക്കണമേ. കർത്താവേ ദൈവസന്നിധി താഴ്മയുള്ളവരായി വിനയമുള്ളവരായി വിശുദ്ധിയുള്ളവരായി വേർപാടുള്ളവരായി തീരേണ്ടതിന് വേണ്ടി കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ മതരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന കൺവെൻഷനുകൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേ യേശുവിനെ ഘോഷിപ്പാൻ കർത്താവ് രക്ഷ കണ്ടെത്താത്തവരാ ഞങ്ങൾ കർത്താവേ സുവിശേഷം നിമിത്ത സുവിശേഷ പ്രഘോഷണങ്ങൾ നിമിത്ത കർത്താവ് യേശുവിനെ അറിയുവാനാ അങ്ങയുടെ ശബ്ദം കേൾക്കുവാനാ സമാധാനമില്ലാത്തവർക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് വേണ്ടി കഷ്ടത്തിലായിരിക്കുന്നവരുടെ കഷ്ടങ്ങൾ മാറേണ്ടതിന് വേണ്ടി രോഗികൾക്ക് വിടുതൽ ലഭിക്കേണ്ടതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവ് ചിലവാക്കുന്ന പൈസകള് കർത്താവേ അതൊന്നും നഷ്ടമായി പോകാതെ വേണം ദൈവത്തിന്റെ പ്രവൃത്തി അതിൽ കൂടി വെളിപ്പെടേണ്ടതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ മാനുഷികമായ മഹത്വം വെളിപ്പെടേണ്ടതിനല്ല ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടി ദിവസങ്ങൾ കർത്താവ് ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെയോ ഓരോ കൺവെൻഷനുകളെയും കർത്താവ് ഒരുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ദേശത്ത് രാജ്യത്ത് കർത്താവിന്റെ പ്രവൃത്തി ഉണ്ടാകേണ്ടതിന് വേണ്ടി കർത്താവ് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവേ കർത്താവ് കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ രാത്രികാലം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ കർത്താവ് ഏലിയാവിന് വേണ്ടി കാക്ക അയച്ച ദൈവ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കർത്താവ് പുതുവഴികളെ തുറക്കണമേ. കർത്താവ് ഞങ്ങൾ ഇവിടെ നന്മ അനുഭവിക്കുമ്പോ ഞങ്ങളുടെ കർത്താവെ മാംസത്തോടെ മാംസം രക്തത്തോടെ രക്തമായിരിക്കുന്ന അനേകര വേദനയിലും ദുഃഖത്തിലും നിലവിളിയിലായിരിക്കുമ്പോ കർത്താവർക്ക് വേണ്ടി എഴുന്നേൽക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വേലയിൽ കഷ്ടം അനുഭവിക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ അവരാരും കഷ്ടം അനുഭവിക്കുവാൻ അവർ ഞെരുക്കം അനുഭവിക്കുവാൻ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ അനുവദിക്കല്ലേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവർ അങ്ങയുടെ മുഖത്ത് നോക്കി ഇറങ്ങിയവരാണ്. ആരും ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. അങ്ങയുടെ ഭക്തന്മാരുടെ ഒരു മക്കള് കഷ്ടം അനുഭവിക്കുവാൻ കർത്താവ് അവരെ നിന്നെ അനുഭവിക്കുവാൻ കർത്താവ് അനുവദിക്കലേ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് അവർക്ക് പകർന്നു കൊടുക്കേണ്ടതിന് വേണ്ടി അവരുടെ തലമുറകളെ മാനിക്കേണ്ടതിന് വേണ്ടി കർത്താവേ ഞങ്ങൾ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കർത്താവേ ആരെങ്കിലും എറിയോടെ കർത്താവ് അങ്ങയുടെ വേലയിൽ ഇറങ്ങി കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രികാലം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ സമാധാനം അവർക്ക് ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ വിടുതൽ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിന് വേണ്ടി ദൈവിക സമാധാനം കർത്താവ് പകരപ്പെടേണ്ടതിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും മേലും ദൈവത്തിന്റെ മഹത്വം എടുത്തിരിക്കാൻ കർത്താവിന്റെ പ്രവൃത്തി അയച്ചിരിക്കാൻ കർത്താവിന്റെ അത്ഭുതം വെളിപ്പെടുത്തിയിരിക്കാൻ നന്ദി പറയുന്നു. കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം സർവ്വം കൃപകൾക്കുമാറാകണമേ. കർത്താവ് പ്രാർത്ഥനയായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചിൽ പറഞ്ഞ ഒരു വിഷയമാണ്. നമ്മൾ 3-4 പേരേ ഉള്ളൂ, നമ്മൾ പിന്നെയും പറയേണ്ട ആവശ്യമില്ല. കർത്താവ് പറഞ്ഞു തെരഞ്ഞെടുക്കപ്പെട്ടവരോ വിളിക്കപ്പെട്ടവരോ അനേകം തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങള് ആരും ഈ ദൈവം വിട്ടു പോകാനിടയാല്ല. നമ്മൾ സ്വർഗത്തിൽ പോകാൻ നമ്മൾ ഒരുങ്ങി ഇറങ്ങി തിരിച്ചെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ തലമുറ നമ്മുടെ കൊച്ചുമക്കളും അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ആത്മഭാരത്തോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. അനേക കുഞ്ഞുങ്ങൾ ദൈവമില്ലാത്ത ഈ മെരിക്കലെ ജീവിതം പോട്ട് എല്ലായിടത്തും ഈ ഒരവസ്ഥയാണ്. വാസ്തവമായിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥന. നമ്മൾ ദേശത്തിന് വേണ്ടി നൽകുന്ന എല്ലാം നല്ല കാര്യങ്ങൾ. നമ്മൾ ഇത്രയും അധ്വാനിച്ചിട്ട് വാസ്തവമായിട്ട് സഹോദരങ്ങളിൽ ഞാൻ ചോദിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ വന്നില്ല, നമ്മുടെ മാതാപിതാക്കളിൽ നമ്മൾ സ്വർഗത്തിൽ ചെന്നില്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചതോടി ഒക്കെയും വെറുതെ ആയിത്തീരും. നമുക്ക് ഇന്ന് രാത്രി അല്പസമയം എല്ലാവരും നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലും ഈ പെന്തിക്കോസുകാരെ നടിച്ച് നടക്കുന്നവരും അങ്ങനെ ആയിട്ടുള്ളവരെല്ലാം ഈ ദൈവവചനം കേട്ടും അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച് തിരിഞ്ഞു പോകാനായിട്ടുള്ള എല്ലാവരും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കാത്തവർ അനേകം പേരുണ്ട്, അത് വേറൊരു വിഷയം. എന്നാല് കേട്ടവരുടെ ഹൃദയത്തിൽ ദൈവ രൂപാന്തരം ഉണ്ടാകേണ്ടത്.
പലരും വിശുദ്ധ ജീവിതമില്ലാതെ പലരും ഈ ലോകത്തിന് പുറകെ ഓടുന്ന ഒരു കാലമായി ഈ വിഷയം ഓർത്തുകൊണ്ട് നിസി വർഗീസ് പ്രാർത്ഥിച്ചു. Oh, Heavenly Father, thank you so much for bringing us together, Dad. Thank you so much for being with us, Lord. Lord, as we are here, as we submit ourselves and take some minutes to be in your presence to pray, Lord, thank you so much for hearing our prayers, Lord. Thank you for giving us such a blessed meeting, Lord. Thank you for giving us this opportunity to come together, Appa. Appa, we submit each one of us into your mighty hand, Lord. Whatever we have said, whatever we've done, whatever we have thought of, if that was not pleasing in your sight, Lord, if that is a hindrance for our prayers to be heard, Appa, Lord, please forgive us, Lord. Lord, please forgive us, Lord. Lord, wash us and make us worthy for your second coming, Appa. Lord, as we bringing this prayer topic into your presence, Abba. We pray for our children, Lord. We pray for our parents, Lord. We pray for our relatives, Lord. Lord, when we stand in your presence, Lord, let ഞാനോട്ട് വിളിക്കാം. എന്തോ Lord, like even one person, Lord, not be again with the world, Lord. Lord, we have shunned the evil and wanted to be with you, Appa. Lord, let the evil not see any one of us. Lord, let the evil not see anyone from our family, Appa. Lord, they've been coming to the church. They know your word, Lord. Let them know you better, Lord. Let them receive you as their personal savior, Lord. Let them be more closer to you, Appa. Lord, whatever we do, Lord, let them understand, let them reflect that what the Lord that my parents are serving, the Lord that my parents are being with, Lord, that's the Lord that we want, Lord. As Joshua says, as for me and my family will serve the Lord, Lord, let us be able to proclaim that, Lord, that we, our family together, would be able to serve you wholeheartedly, Lord. Lord, we know the wicked world is with a lot of deceiving things, Lord. They are with lots of deceiving lies, Lord. They are trying to pull our children to the lies of this world, Lord. But as we pray and give a hedge of protection, Appa, Lord, as you have put a hedge of protection around your servant Job, Lord, I pray for a hedge of protection around each and every families, Lord. Let the devil, let the evil one not see them, Lord. Let them not touch them, Lord. Abba, Father, when we pray in your presence, Lord, we know that our prayer is a very powerful weapon, Abba. We can do nothing, Lord. We could bring them to church, ask them to read the Bible, tell them about you, Lord. But you're the ones who are touching their lives, Abba. You're the one who is making that difference in their lives, Appa. Appa, thank you once again for bringing us together, Appa, as we pray a hedge of protection around them, Lord. Thank you so much for bringing them close to you, Lord. We believe that you have worked miracles in their lives, Lord. We believe that you've made a difference in their lives, Lord. That they have a relationship with you, Lord. Let our children have a relationship with you, Lord. Let our spouses have a relationship with you, Lord. Let our parents have a relationship with you, Lord. Appa, let us have a relationship with you, Lord. Lord, make us all worthy for your second coming, Lord. Whatever we earn in this world is nothing, Lord. If we miss that mark, Appa, if we miss that final call, Appa, Lord, once again, we submit ourselves humbly into your presence. Thank you so much for hearing our prayers. Make us worthy for your second coming. Everything I ask in Jesus' name I pray. Amen. ആമീൻ. കർത്താവ് പ്രാർത്ഥന കേട്ടാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇനിയും പ്രത്യേകിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളൊന്നുമില്ല എന്ന് ഓർക്കുന്നു. എന്നാലും ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രാർത്ഥനാ ധ്വനിയായി കർത്താവെ ഒരുമിച്ച് കൂടി വരുവാൻ ലഭിച്ച എല്ലാ ഭാഗ്യത്തിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങള് കർത്താവ് കാനഡയിലും ഇന്ത്യയിലും അമേരിക്കയിലുമായിട്ട് കർത്താവ് ചുരുക്കം പേരായിട്ട് ഇന്ന് രാത്രി കടന്നു വന്നല്ലോ. കർത്താവ് ഞങ്ങൾ അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചല്ലോ. പ്രത്യേകിച്ച് കർത്താവ് ഇതിന് തുടക്കം കുറിച്ച് ബെൻസൺ ഭാഷൻ കുടുംബത്തിനായി സ്തോത്രം, ബിന്ദു ശിഷ്യനായി സ്തോത്രം, കുഞ്ഞുങ്ങൾ രണ്ടുപേർക്കായി സ്തോത്രം. കർത്താവ് അവരുടെ സകല ആവശ്യം സഹായിക്കണേ. ഇതിൽ അറ്റൻഡ് ജെ വില്യമിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാഷന്മാർക്ക് എല്ലാവർക്കും ഓർത്ത് പ്രാർത്ഥന, എല്ലാവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ചെന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം.
കർത്താവ് ഞങ്ങളുടെ ദൈവത്താൽ കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹോദര ബന്ധം കൂടുവാനിടയായല്ലോ കർത്താവ്. ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവം, അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെയും ഒരുമിച്ച് കൂടുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രാർത്ഥനാത്തിലൂടെ എല്ലാ ചാപ്റ്ററുകൾക്കായി സ്തോത്രം. നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. കേരളത്തിലെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. UK അയർലൻഡിലെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് സഹായിക്കണം. ഇത് അനേകം പേർക്ക് ആശ്വാസമായിട്ട് കർത്താവ് ഞങ്ങൾക്കല്ല ഹോബി ഞങ്ങൾക്കല്ല അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാൻ സഹായിക്കണേ. കർത്താവ് ഇതും മൂലം അനേകം പേർക്ക് വിടുതലും ആശ്വാസവും ദൈവനാമം ഉയർത്തപ്പെടുവാൻ സഹായിച്ചത് തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. നാഥാ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു കർത്താവെ. വാസ്തവമായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ ദൈവസ്നേഹം പുറപ്പെടുവിക്കുന്ന ഒരു ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നവരായി തീരുവാൻ സഹായിച്ചത് തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം എല്ലാം കേട്ടതായി കർത്താവിന്റെ ഒരു പ്രാവശ്യം നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. താങ്ക് യു സോ മച്ച് ഡിയർ അങ്കിൾ. പ്രാർത്ഥിക്കുകയും ലീഡ് ചെയ്യുകയും ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നിങ്ങളെ ഓർത്തും നിങ്ങളുടെ കുടുംബത്തെ ഓർത്തും ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഈ വോട്ട് ഓഫ് താങ്ക്സ് ആണല്ലോ ഡിയർ സിജു ഫിലിപ്പ് ഈ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതായിരിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച കാര്യം അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമ്മൾ ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനയാൽ മറ്റുള്ളവരെ കൈത്താങ്ങുക എന്ന വലിയ ദർശനത്തോടുകൂടി ആരംഭിച്ച ഈ ഉദ്യമത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം, അതിന് നേതൃത്വം നൽകുന്ന പ്രിയ ദൈവദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ചെറിയൊരു പ്രയർ ഗ്രൂപ്പായിട്ട് നമുക്ക് കൂടി വന്ന് ഇത്രത്തോളം ദൈവം നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായി സ്തോത്രം. ഇത് എൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് ആണല്ലോ എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. പ്രത്യേകിച്ച് ദേവദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ ഇതിന് നേതൃത്വം നൽകുകയും ഓരോ കാര്യങ്ങളിലും അദ്ദേഹം നിർദ്ദേശങ്ങൾ തരികയും അതിനു വേണ്ടി കൈത്താങ്ങൽ തരികയും ചെയ്ത ദൈവദാസനോട് ഈ കാനഡ ആൻഡ് US പ്രാർത്ഥനാധ്വനി ചാപ്റ്ററിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഉള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിച്ച പാസ്റ്റർ ജേക്കബ് മാത്യു ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇതിൽ ചെയർമാനായിട്ടിരിക്കുന്നല്ലോ ദാസനോടുള്ള നന്ദി US ആൻഡ് കാനഡ ചാപ്റ്ററിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിച്ചു കൊള്ളുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ വർഷിപ്പ് ഒക്കെ ലീഡ് ചെയ്ത പ്രിയ ബ്രദർ എബിൻ, പ്രയർ ഗ്രൂപ്പ് ലീഡ് ചെയ്ത ബ്രദർ അലക്സ് അങ്കിൾ, പ്രത്യേകിച്ച് രഞ്ജിത്ത് ബ്രദർ, എല്ലാവരോടും ജോർജ് ബ്രദർ ജിജി, എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അടുത്ത ദൈവം അനുവദിച്ച അടുത്ത ദിവസങ്ങളിൽ കൂടുന്ന പ്രാർത്ഥനാ ധ്വനിയിൽ അനേക ആൾക്കാരെ ദൈവം കൂട്ടി വരുത്തുമാറാകട്ടെ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ഇത്രത്തോളം ദൈവം നടത്തിയ സർവശക്തനായ ദൈവത്തിന് സർവമാനം മഹത്വം അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യം നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ബിഹാഫിലും ഈ പ്രാർത്ഥന ധ്വനി USA കാനഡ ചാപ്റ്റർ ബിഹാഫ് ഗ്രൂപ്പ് പ്രത്യേകമായിട്ട് സിജു ഫിലിപ്പ് ബ്രദറിനോട് ഞങ്ങൾ വളരെ താങ്ക് യു പറയുന്നു. കാര്യം ഇതിനെല്ലാം പിന്നിൽ എല്ലാം ടേക്ക് കെയർ ചെയ്ത് ഫ്ലയർ എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് എല്ലാം ചെയ്ത് ബ്രദർ സിജു ബ്രദറെ വളരെ തിരക്കുള്ള ഒരു പേഴ്സൺ. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ബിസിയാണ്, എന്നാലും ബ്രദർ ആ സമയം കണ്ടെത്തി വന്ന് എല്ലാം ചെയ്യാൻ ദൈവം സഹായിച്ചു. എല്ലാവരും സ്തോത്രം ചെയ്യുന്നു. ഇത് നമ്മുടെ കൺക്ലൂഡിങ് പ്രെയർ ആണെന്നുള്ളൂ. നമ്മുടെ പാസ്റ്റർ ലിസ്റ്റ് പ്രകാരം വന്നിട്ടില്ല. അതിനായി പാസ്റ്റർ ബെൻസൺ ഡാനിയൽ പാസ്റ്റർ പ്രാർത്ഥിച്ചു ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാൻ 2 പ്രാർത്ഥന വിഷയം കൂടെ ഒന്ന് അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥന പ്രയർ ഗ്രൂപ്പുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണല്ലോ. കടമ്പനാടുള്ള സിസ്റ്റർ ബിന്ദു എന്ന് പറയുന്ന സഹോദരി കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ കുക്കർ പൊട്ടിത്തെറിച്ച് ആ പ്രിയ സഹോദരിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയി. ഈ മുഖത്തിന്റെ ഭാഗങ്ങൾ മൊത്തവും തകർന്നു, പല്ലെല്ലാം നഷ്ടപ്പെട്ടു, തലയിലെ ബ്രെയിനകത്ത് ബ്ലഡ് ക്ലോട്ടായി. അങ്ങനെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആ സിസ്റ്റർ ആയിരിക്കുന്നു. ബിന്ദു എന്നാണ് പേര്. ആ സഹോദരിക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയുടെ വിവിധ രാജ്യങ്ങളായി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.
പൂർണ്ണ സൗഖ്യം ആ പ്രിയ സഹോദരിക്ക് ദൈവം അയക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിപ്പടയായല്ലോ. പ്രത്യേകിച്ച് 85-ലധികം ദൈവദാസന്മാരാണ് ജാമ്യം പോലും കിട്ടാതെ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. പലർക്കും അറസ്റ്റ് വാറന്റുകളൊക്കെ വരുന്നുണ്ട്. പല ചർച്ചകളൊക്കെ, പല അന്വേഷണങ്ങളും എൻക്വയറികളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പല പാസ്റ്റർമാരും ഭീഷണിയിൽ കഴിയുന്നു. പല സഭകളിലും ഒക്കെ ഇപ്പോൾ ഓപ്പണായിട്ട് ആരാധിക്കാൻ പറ്റാതെ ഓൺലൈനിൽ ആരാധനകൾ നടക്കുന്നു. അപ്പോൾ പ്രത്യേകമായി നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ധ്വനി USA, കാനഡ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥനാ സഹാരികളായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധാനത്തിൽ കടന്നു വരുവാൻ, നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദൈവസേനയെ മധ്യസ്ഥ അണയ്ക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ മീറ്റിംഗ് കർത്താവ് ലീഡ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ശക്തമായി ദൈവം വീണ്ടും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിപ്പാൻ ഞങ്ങളുടെ കോർഡിനേറ്ററിനെ ദൈവം ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ലീഡ് ചെയ്തതായ പ്രിയ മകനായി പ്രാർത്ഥനയുടെ ദാസനെ ദൈവം ശക്തമായി മാനിക്കണമേ. ഗാനങ്ങൾ ആലപിച്ചതായ പ്രിയ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. ദൈവം മാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളെ ഓർത്ത് ദൈവസേനയെ പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങളായി നടക്കുന്ന പ്രാർത്ഥനകളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് എല്ലാ പ്രാർത്ഥനാ സഹാരികളെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനകളുടെ പ്രവർത്തനങ്ങൾ കർത്താവെ ഞങ്ങളുടെ കാനഡയിലും USA-യിലും വലിയൊരു വിടുതലായി തീരും. അവിടെയുള്ള ദൈവസഭകൾക്ക്, ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് ഈ പ്രാർത്ഥന പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. പ്രാർത്ഥനയാൽ കൈത്താങ്ങുന്ന ഒരു പ്രവർത്തനമാണല്ലോ 25 വർഷമായി ദൈവത്രത്തോളം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. വേദനയിൽ കഴിയുന്നുണ്ട് കർത്താവെ. ക്യാൻസർ രോഗത്താൽ, ബ്രെയിൻ ട്യൂമറാല്, കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകൾ കഴിയുന്നവരുണ്ട് കർത്താവെ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നുണ്ട് കർത്താവെ. അങ്ങനെ നിരവധി പ്രാർത്ഥന വിഷയങ്ങളാണല്ലോ കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആ വിഷയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ദൈവദാസന്മാർക്കെതിരായ, ദൈവസഭകൾക്കെതിരായ ശക്തമായ പ്രതിസന്ധികളൊക്കെ അഴിച്ചുവിടുന്ന കർത്താവെ. ജാമ്യം പോലും കിട്ടാതെ ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവർ ഇന്നും ജയിലിൽ കഴിയുന്നു കർത്താവെ. ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. കർത്താവെ, കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെല്ലാം ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവെ, നിരപരാധികളായി അവരിപ്പോൾ ജയിലിൽ കഴിയുന്നു കർത്താവെ. ദൈവം അവരെ ആശ്വസിപ്പിക്കണമേ. ദൈവം അവർക്ക് വേണ്ടി വാദിക്കണമേ. ദൈവം അവർക്ക് വേണ്ടി സംസാരിക്കണമേ. എൻ്റെ ദൈവം നീതിമാനാകുന്ന ദൈവമാണല്ലോ, നീതിയോട് ഇടപെടുന്ന ദൈവമാണല്ലോ കർത്താവെ. ഈ വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ആ വിഷയത്തിന് വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലഭിച്ച പ്രാർത്ഥന വിഷയം കടവനായിട്ടുള്ള സിസ്റ്റർ ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുക്കർ പൊട്ടിത്തെറിച്ച് കർത്താവ്, ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയി, പല്ലുകളെല്ലാം നഷ്ടപ്പെട്ട് ശരീരമായി ബ്രെയിനകത്ത് കർത്താവ് ബ്ലഡ് ക്ലോട്ടായി ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന ആ പ്രിയ സഹോദരിയോട് ദൈവം മനസ്സലിയണമേ. അങ്ങയുടെ അദൃശ്യമാകുന്ന കരം യേശുവിന്റെ നാമത്തിൽ ഒരത്ഭുതം സംഭവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയെ കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ച അനേക പ്രാർത്ഥന വിഷയങ്ങൾക്ക് ദൈവം മറുപടി അയച്ചിട്ടുണ്ടല്ലോ. ഇന്നും അങ്ങയുടെ കരം കുറുതായിട്ടില്ല, ഇന്നും അങ്ങയുടെ ചെവി മന്ദമായിട്ടുമില്ല. ഞങ്ങൾ ആത്മാവി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച ദൈവം ഉണങ്ങി വരണ്ടിരിക്കുന്ന ചില വിഷയത്തിന് മേൽ അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നതിനായി, ചില ശൂന്യതകളെ ദൈവം മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിന് വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് നടക്കാൻ പോകുന്ന എല്ലാ വിശുദ്ധ ആരാധനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. എല്ലാ ലോകരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്ത ദേശത്ത് സമാധാനത്തിന്റെ കരുത്ത് ദൈവം അയക്കണമേ. ദൈവീയ സമാധാനം ദേശത്തിന്മേ, ലോകരാജ്യങ്ങളുമേ ദൈവം അയക്കണമേ. സുവിശേഷ സാന്ദ്രമില്ലാത്തത് സുവിശേഷത്തിന്റെ വചനവുമായി അനേക അഭിഷിക്തന്മാരെ ദൈവം അയക്കാൻ പോകുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ തലമുറകൾ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറുവാൻ കർത്താവിന്റെ കരങ്ങള് ഞങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വം കർത്താവിനെ ഒരിക്കൽ പ്രാർത്ഥനവിനെ USA കാനഡ പ്രവർത്തനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക പ്രാർത്ഥനാ സഹാരികൾ അവിടെ എഴുന്നേൽപ്പാൻ ദൈവം സഹായിച്ചാട്ട് സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടുകൊണ്ട് നമുക്ക് നന്ദിയോട് സ്തോത്രം പറയാം. സ്തോത്രം, 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 സ്തോത്രം. വീഴാതെ വണ്ണം നമ്മെ കാത്തു തന്നെ മഹിമാ സന്നിധിയിൽ ആനന്ദത്തോടെ കളമില്ലാതെ നിർത്തുവാൻ കഴിയും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും എല്ലാ വിശുദ്ധന്മാരുടെ മേലും പ്രാർത്ഥന തന്നെ കാനഡ USA ചാപ്റ്ററിന്റെ മേലും എന്നും ഉണ്ടാകുമാറാകട്ടെ.
ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.